കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സർക്കാരിയ കമ്മീഷൻ 1988 സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും അധികാര വിഭജനം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അക്കാലത്തെ വന്നതിനെ തുടർന്നാണ് സർക്കാരിയ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ സർക്കാരിയ കമ്മീഷന് മുമ്പിലും ഈ ഗവർണർ പദവി, ഗവർണർ ചെയ്യുന്ന ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ നേരത്തെ ജിജോ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 57 തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ 59 ജൂലൈ മാസം 31 പ്രസിഡന്റ് പിരിച്ചുവിടുന്നു. ഗവർണറാണ് ഇതിനുള്ള റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിഷയമെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു, ഗവർണർ ഒരു ഡിറ്റാച്ച്ഡ് ഫിഗർ ആവണമെന്നാണ് അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഡിറ്റാച്ച്ഡ് ഫിഗർ ആവണം, സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത, ഭരണ പാർട്ടിയിൽ അംഗമല്ലാത്ത ആളാവണം ഗവർണർ. ആണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യമൊന്നുമില്ല പിന്നെ ഗവർണർ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ ചില പ്രസ്താവനകൾ ഇവിടെ മിഠായി തെരുവിൽ വന്നിറങ്ങി, അതുപോലെ അദ്ദേഹം മാധ്യമങ്ങളോട് ചിലപ്പോൾ പറയുന്ന പ്രസ്താവനകൾ, അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് എടുത്ത നടപടികൾക്കെതിരായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ, അവർ പ്രതിഷേധം പ്രകടിപ്പിച്ച് കരിങ്കൊടി കാണിക്കുന്നു, അപ്പോൾ അവരെ ഞാൻ ഒറ്റക്ക് നേരിടും എന്ന് പറഞ്ഞിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഇതൊക്കെ ഏത് നിലയിലാണ് നമ്മുടെ പ്രബുദ്ധമായിട്ടുള്ള സമൂഹം കാണേണ്ടത്? ഈ ചോദ്യമാണ് നമുക്ക് മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജന്റിനെ പോലെയാണോ പ്രവർത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനും സുപ്രീം കോടതി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹർഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകൽ തിലക് കേസിൽ ഗവർണർ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ, ഏജന്റ് അല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അങ്ങനെ ഏജന്റായിട്ടും പ്രവർത്തിക്കാൻ പറ്റില്ല. അദ്ദേഹം തൻ്റെ വിവേകമനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള തൻ്റെ ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. ഇവിടെ ഗവർണർ ചെയ്യുന്ന വേറെ ചില നടപടികൾ നിങ്ങൾ നോക്കൂ. RSSൻ്റെ തലവൻ കേരളത്തിൽ വരുന്നു. നോക്കണം, RSS എന്ന് പറയുന്നത് ഒരു 1925 മുതൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ട്. എന്തോ ആവട്ടെ, ഈ രാജ്യത്ത് എത്ര പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു അഖിലേന്ത്യാ തലവൻ കേരളത്തിൽ വരുമ്പോൾ ഈ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരു മാന്യദേഹം അദ്ദേഹത്തെ പോയി കാണുന്നു. പാലക്കാട് വരുമ്പോൾ അവിടെ പോയി കാണുന്നു, മറ്റിടത്ത് വരുമ്പോൾ അവിടെ പോയി കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭരണഘടനാ പദവിയെ ഇടിച്ചു താഴ്ത്തുന്ന നിലപാടല്ലേ ഇത് കാണിക്കുന്നത്? അപ്പോൾ സംഘപരിവാർ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം കൂടിയാലോചിക്കുന്നു. സ്വാഭാവികമായിട്ടും ഏത് പ്രസ്ഥാനവുമായിട്ടും ഗവർണർക്ക് കൂടിയാലോചിക്കുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ RSS മേധാവിയെ ഗവർണർ അങ്ങോട്ട് പോയി കാണുന്നത് അംഗീകരിക്കാൻ പറ്റും. ഇതാണ്, അങ്ങോട്ട് പോയിട്ട് കാണുകയാണ്. എന്നിട്ട് ചമ്രം പടഞ്ഞിരുന്ന് അദ്ദേഹത്തിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു. എത്ര അപമാനകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയത്. ഗവർണർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, എനിക്ക് RSSുമായിട്ട് 1986 മുതൽ തന്നെ തനിക്ക് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ബന്ധം അതൊക്കെ അവസാനിപ്പിച്ചിട്ടാണല്ലോ ഗവർണർ പദവിയിലിരിക്കേണ്ടത്. RSSുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട വലിയ കാര്യമുണ്ടോ? നിങ്ങൾ നോക്കൂ, അദ്ദേഹം എത്ര പാർട്ടികളിൽ ചേർന്നിട്ടാണ് അവസാനം BJPയിൽ എത്തിയത് അല്ലേ? അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. എപ്പോൾ 71-72 കാലത്ത്.
അതിനുശേഷം അദ്ദേഹം ഭാരതീയ ക്രാന്തിദൾ പാർട്ടിയുടെ ബാനറിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിൽ തോറ്റു. 77 അദ്ദേഹം UPയിലെ നിയമസഭയിൽ അംഗമായി. ഇതാണ് ഭാരതീയ ക്രാന്തിദളിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു, INCയിൽ ചേർന്നു. ഇതാണ്. അതിനുശേഷം ലോക്സഭയിലേക്ക് വന്നു. 86 രാജീവ് ഗാന്ധി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായപ്പോൾ അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം വ്യക്തി നിയമ ബില്ലാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആ ബില്ല് പാസ്സാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി. പിന്നെയോ അദ്ദേഹം ജനതാദളിൽ ചേർന്നു. അങ്ങനെ ലോക്സഭയിലേക്ക് എത്തി, മന്ത്രിയായി. പിന്നെ ബഹുജൻ സമാജ് പാർട്ടിയിൽ ചേർന്നു. പിന്നീട് അദ്ദേഹം BJPയിൽ ചേർന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, ഇതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അത് പ്രധാനമാണല്ലോ, നിലപാട്. ഇപ്പം ജീവനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നിലപാട് എപ്പോഴും ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ വല്ല നിലപാടുണ്ടോ ഇദ്ദേഹത്തിന്? അപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി നമുക്ക് പറയാനാവൂ.